വെൽക്കം ടു ക്രിപ്റ്റോമൈനിങ് ഗരാജ്. ക്രിപ്റ്റോമൈനിങ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പാസീവ് ഇൻകം പ്രോട്ടോക്കോളാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പാസീവ് ഇൻകം നോഡിൻ്റെ പേര് ദി ടാവേൺ എന്നാണ്. അപ്പോൾ ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതാണ്, ഒരു ടു ഡേയ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ എന്താ പറയുക, ഒരു ഇവരുടെ ഒരു ടോക്കൺ വാങ്ങി അത് സ്റ്റേക്ക് ചെയ്തിട്ട് അതൊന്നൊരു കോൺസ്റ്റൻറ്റ് ഇൻകം വരുന്നൊരു മെത്തേഡാണ് ഈ പാസീവ് ഇൻകം പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇത് ടാവേൺ എന്നുള്ള ഒരു നോഡാണ്. ഇത് അവലാഞ്ച് ബ്ലോക്ക് ചെയിനിലാണ്, അവലാഞ്ച് സി ബ്ലോക്ക് ചെയിനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എന്താ പറയുക നോഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പേജാണ്. ഈ ദി ടാവേൺ ഈസ് എ പാസീവ് ഇൻകം പ്രോട്ടോക്കോൾ ദാറ്റ് ഇംപ്രൂവ്സ് അപ്പോൺ കറണ്ട് നോഡ് പ്രൊജക്ട്സ് ബൈ കമ്പൈനിങ് ഗെയിമിഫിക്കേഷൻ NFTs ട്രഷറി ബാക്ക്ഡ് ടോക്കൺ ടു റിവാർഡ് പാർട്ടിസിപ്പൻറ്റ് സസ്റ്റൈനബിളി ഓവർ ദി ലോങ് ടേം. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഗെയിം പോലെ ഭാവിയിൽ വരുന്നൊരിതാണ്. NFT ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ട്രഷറി ബാക്ക്ഡ് ടോക്കൺ, ട്രഷറി ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ടോക്കൺസ് ട്രഷറിയിൽ വെച്ച് അതിനൊരു ഇൻകം വരുന്ന മാതിരി ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒരു ബ്രൂവറി വാങ്ങുകയാണ് ചെയ്യുന്നത്. അതിൽ MEAD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കണാണ് ഇവർ നമുക്ക് തിരിച്ച് തരുന്നത്. അപ്പോൾ നമ്മളിതിൽ പറയുന്നത് ഇത് പർച്ചേസ് ബ്രൂവറി വാങ്ങും, അതേപോലെ നമുക്ക് MEAD അതൊന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡെയിലി ഒരു ഫിക്സഡ് റേറ്റിൽ നമുക്ക് MEAD തരും. ആ ടോക്കൺ നമുക്ക് സെല് ചെയ്തിട്ട് നമ്മൾ ഇൻകം വരാം. അതേപോലെ തന്നെ ഈ ഒരു ബ്രൂവറി NFT പോലെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ആ NFTയും ഭാവിയിൽ വേണമെങ്കിൽ സെയിൽ ചെയ്യാം. അപ്പോൾ ഇതൊരു നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്ന മാതിരിയല്ല, ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മളൊരു NFT പർച്ചേസ് ചെയ്യുന്ന പോലെയാണ്. പ്ലസ് NFT വെച്ച് നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഇൻകം തരുന്ന മാതിരിയാണ് ഇത്. അപ്പോൾ ഒരു പാസീവ് ഇൻകം ഫോമിലാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ MEAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MEAD ഇവരുടെ ഈക്കോ സിസ്റ്റത്തിലുള്ള ഒരു ടോക്കണാണ്. ഇതിന് നമുക്ക് USDC ആയിട്ടാണ് ഇത് പെയർ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് പെർ ഡേ നമുക്ക് ഇതിൽ ഇൻകം വരുന്നത് 2 MEAD ആണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം $5.6 ആണ് ഒരു MEAD ടോക്കണിന് വരുന്ന കോസ്റ്റ്. അതേപോലെ ഇതിന് നമുക്ക് ടാക്സ് ഉണ്ട്. ടാക്സ് എന്ന് പറയുന്നത് അവരൊരു ഫീസാണ്, ടാക്സ് ആയിട്ട് എടുക്കണ്ട. നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യവും അത് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് 10% ടാക്സ് വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് $1 ആയിരുന്നു. ഇതിൽ ഇനീഷ്യൽ ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ പ്രീ ലോഞ്ച് സമയത്ത് $1 ആയിരുന്നു. ഇപ്പോൾ അത് ഇൻക്രീസ് ചെയ്തിട്ട് $5.5 ആ ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനീഷ്യൽ സപ്ലൈ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം 22 ബില്യൺ ആണ്. അതേപോലെ ഇതിൽ 54% റിവാർഡ്സ് റിസർവ് ചെയ്തിട്ടുണ്ട്. 10% ട്രഷറി റിസർവ് ആണ്, 16% വൈറ്റ് ലിസ്റ്റ് പ്രീ സെയിലാണ്, 20% ലിക്വിഡിറ്റി വരുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. സാധാരണയുള്ള നോട്ട്സൊക്കെ 10% മാക്സിമം ലിക്വിഡിറ്റി വരുന്നുള്ളൂ, 20% ലിക്വിഡിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യൽ ലിക്വിഡിറ്റി ഈസ് ലോക്ക് ഫോർ 1+ years ആണ്. ഇത് അതിൻ്റെ സപ്ലൈ ഡീറ്റെയിൽസ് ആണ്. പിന്നെ നമ്മളിതിൽ ബ്രൂവറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബ്രൂവറി സ്പെഷ്യൽ ഈൽഡ് NFT ആണ്. ഡെയിലി സ്റ്റാർട്ടിങ് വെച്ചിട്ട് 2 MEAD വെച്ചിട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പേ ചെയ്യുന്നത്. ഇതിന് വേറൊരു ഫോർമാറ്റ്, ഒരു ടയർ സിസ്റ്റം, എക്സ്പീരിയൻസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്. ഇതിൽ ടയർ 1ൽ 2 MEAD. അപ്പോൾ നമുക്ക് ഒരു 14 days സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് ഇതിലൊരു ഫെർമെൻറ്റേഷൻ പീരീഡ് എന്ന് പറയുക, ഫെർമെൻറ്റേഷൻ പീരീഡ്. ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു 14 days ഫെർമെൻറ്റേഷൻ പീരീഡാണ്. അതിൽ നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യില്ല. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ദിവസവും നമുക്ക് എക്സ്പീരിയൻസ് ഓരോരോ ടിയറായിട്ട് കൂടും. അപ്പോൾ ഫസ്റ്റ് ടിയറിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ടിയറാണ്, അതിൽ 2 MEAD പെർ ഡേ ആണ് നമുക്ക് ഇൻകം വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടിയറിലേക്ക് പോവുകയാണെങ്കിൽ പെർ ഡേ നമുക്ക് 3 MEAD വരും. മൂന്നാമത്തെ ടിയറിൽ പോവുകയാണെങ്കിൽ 4 MEAD വരും. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ, നമ്മൾ ഓരോ പ്രാവശ്യവും ഇതൊന്ന് ടോക്കൺസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെറ്റ് ആയിട്ട് പിന്നെയും ഈ 14 day ഫെർമെൻറ്റേഷൻ പീരീഡ് വരെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യില്ല.
ഗെയിൻ ചെയ്യില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ടോക്കൺസ് നമ്മൾ എടുക്കാതെ കുറച്ച് കാലം അത് തന്നെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് tier 3 വരെ പോവാം. അപ്പോൾ പെർ ഡേ നമുക്ക് 4 MEAD വരെ പെർ ഡേ ഇൻകം വരാം. അപ്പോൾ 4 MEAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൈസിലാണെങ്കിൽ $20+ ആയി ഏകദേശം. പിന്നെ ഇതിൽ ക്ലെയിമിംഗ് ഫീസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. 12 to 18% ആണ് ഇതിൽ ക്ലെയിമിംഗ് ഫീസ് വരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ടോക്കൺസ് ക്ലെയിം ചെയ്യുമ്പോൾ ഒരു 18% നമുക്ക് ഇതിൽ ഏകദേശം ഒരു 18% അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് റിവാർഡ് തരുന്നത്. പിന്നെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ എന്നുള്ളൊരു രീതിയുണ്ട്. അതും എത്ര കാലം നമ്മൾ ഇതിൽ ടാക്സ് കുറവ് അടയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റിവാർഡ് എടുക്കാതിരിക്കുക, അതിൽ തന്നെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ കൂടും, അതേപോലെ എക്സ്പീരിയൻസ് കൂടും. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ഇതിൽ എല്ലാവരും ടോക്കൺ കിട്ടിയ ഉടനെ തന്നെ സെല് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെത്തേഡ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പെട്ടെന്ന് ലിക്വിഫൈ ചെയ്ത് എല്ലാവരും ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ഒരുപാട് വേരിയേഷൻ വരുമല്ലോ. അപ്പോൾ ആൾക്കാരെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് അവർ കൊണ്ടുവന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് എത്ര കാലം അതിൽ കീപ്പ് ചെയ്യുന്നു, അതിനനുസരിച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നു, അവർക്ക് റിവാർഡും കൂടുതൽ കിട്ടുന്നു എന്നുള്ളൊരു രീതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫീസ് നോക്കുകയാണെങ്കിൽ ബ്രിവറി ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 100 MEAD കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 70% റിവാർഡ് പൂളിലേക്ക് പോകും, 30% ട്രഷറിയിലേക്കും പോകും. ഇത് ടാക്സിൻ്റെ കാര്യം, നേരത്തെ പറഞ്ഞ ടാക്സിൻ്റെ കാര്യം. 12 to 18% നമ്മുടെ റെപ്യൂട്ടേഷൻ ബേസ് ചെയ്യും. എത്ര നമ്മളിപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ കുറയും. അപ്പോൾ അതിനനുസരിച്ച് ടാക്സ്. അപ്പോൾ നമ്മൾ ഒരു മന്ത്ലി വൺസോ അല്ലെങ്കിൽ 2 monthsലോ ഒരിക്കലാണെന്ന് റിവാർഡ് എടുക്കുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ 12% ഒക്കെ നമുക്ക് ടാക്സ് വരുള്ളൂ. അതേപോലെ സെല്ല് ചെയ്യാനും ഇതിലൊരു ചെറിയ ടാക്സ് ഉണ്ട്. അത് സ്റ്റാർട്ടിങ്ങിൽ 25% ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പിന്നെ അത് സ്ലോലി 10% ആകും. 25 പറഞ്ഞാൽ നമ്മൾ ഈ MEAD സെല്ല് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ടാക്സ് വെക്കേണ്ടത്. ഒരിക്കലും അത് അധികം പെട്ടെന്ന് കുറേ എല്ലാവരും ഡംപ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഇതാണ് അവരുടെ വെബ്സൈറ്റ്. സ്റ്റാർട്ടിങ് സ്ക്രീൻ ഇങ്ങനെ വരിക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്ക്രീന് വരുന്നത്, ഡാഷ്ബോർഡും കാര്യങ്ങളും വരുന്നത്. ഇതിൽ ടോട്ടൽ 10,462 ആണ് ഇതിൽ ടോട്ടൽ ബ്രൂവറി ഉള്ളത്. അതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 4,538 ആണ്. ബാക്കിയെല്ലാം ഏകദേശം സെല്ലായി. നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഏകദേശം ബാക്കിയുള്ളതൊക്കെ സെല്ലായി. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ്, ഇത് മീഡാണ്, മീഡിൻ്റെ ഡീറ്റെയിൽ. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് $5.59 ആണ്, ഡോളേഴ്സാണ്. മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 13 million വരുന്നത്. പിന്നെ ട്രഷറി റിസർവ് വന്നിട്ട് ഏകദേശം 30 million, അതെ 3 million ആണ് ട്രഷറി റിസർവ് വരുന്നത്. 30 million, $3 million. ലിക്വിഡിറ്റി ഏകദേശം 1.2 million ആണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഇത് അവലാഞ്ച് ബ്ലോക്ക് ചെയിനിലാണ്, സി ചെയിനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഒരു മീഡ്, അതേപോലെ ഒരു ബ്രൂവറി മീഡ് വാങ്ങിയിട്ട് എങ്ങനെ ഈ ബ്രൂവറി നമുക്ക് പർച്ചേസ് ചെയ്യാൻ നോക്കാം. അപ്പം അതിന് നമുക്ക് ആദ്യം വേണ്ടത്, ഇത് അവലാഞ്ച് ബ്ലോക്ക് ചെയിനിലായതുകൊണ്ട് അവാക്സ് എന്ന് പറഞ്ഞ ടോക്കണാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഇതിന്നാണെങ്കിലും ബിനാൻസ് കയറിയിട്ട് നമുക്ക് അവാക്സ് വാങ്ങാം. എന്നതിന് ശേഷം നമുക്ക് മെയിനായിട്ട് ഇതിൽ മെറ്റാമാസ്ക് വാലറ്റ് വേണം. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ മെറ്റാമാസ്ക് വാലറ്റിൽ പോയിട്ട് നമ്മൾ അവാക്സ് വാങ്ങണം. അല്ല, ബിനാൻസിൽ നിന്ന് അവാക്സ് വാങ്ങിയിട്ട് മെറ്റാമാസ്ക് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം ട്രേഡർ ജോ എന്ന് പറഞ്ഞ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതൊരു യൂണിസാപ്പൊക്കെ പോലെ ഉള്ള അവാക്സിൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിന്ന് നമുക്ക് അവാക്സ് കൊടുത്തിട്ട് USDC വാങ്ങണം. കാരണം നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് മീഡ് എന്ന് പറയുന്നത് USDC ആയിട്ടാണ് ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത്. USDC ആയിട്ടാണ് ട്രേഡിംഗ് ഇത് വെച്ചിരിക്കുന്നത്, പാർട്ട്ണർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ USDC ആദ്യം വാങ്ങണം. അതിനുശേഷം നമ്മൾ ഈ മീഡ്, ഇതിൽ ആക്ച്വലി 2 മീഡ് ഉണ്ട്. നമ്മളിപ്പോൾ മീഡിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു മീഡ് വരും. ഇതല്ല ശരിക്കും നമുക്ക് വേണ്ടത്, ഇത് വേറെ ഒരു ഐറ്റമാണ്. ഇതല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡിൽ പോയിട്ട് ബൈ മീഡ് എന്നുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്
നമുക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് വരിക. അപ്പോൾ ഇത് അണ്ടർസ്റ്റാൻഡ് കൊടുത്ത് ഓക്കെ കൊടുത്താൽ ഈ മീഡാണ് നമുക്ക് വാങ്ങേണ്ടത്. ഇപ്പോൾ എൻ്റെ 100 മീഡിൽ ബാലൻസ് കാണാം, ഞാൻ ഓൾറെഡി ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് വാങ്ങണം എന്നുണ്ടെങ്കിൽ 100 മീഡിൽ അടിച്ചു കഴിഞ്ഞാൽ അത് എത്ര രൂപയാണ് ഇപ്പോൾ എന്നുള്ളത് ഇതിൽ കാണിക്കും. 560 USDC ആണ് വേണ്ടത്. അപ്പോൾ ഇത് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ അവാക്സിൽ വാങ്ങിയിട്ട് അവാക്സിൽ നിന്ന് USDCയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ 100 മീഡ് വാങ്ങണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീഡ് വാങ്ങിയതിന് ശേഷം നമ്മൾ ഈ പർച്ചേസ് ബ്രൂവറി അതുപോലെ ഇതിൻ്റെ ഡാഷ്ബോർഡിൽ വന്നിട്ട് ഈ ടാവൺ എന്നുള്ള വെബ്സൈറ്റിൽ വന്നിട്ട് ഈ പർച്ചേസ് ബ്രൂവറിയിൽ വന്നിട്ട് നമുക്ക് ഒരു ബ്രൂവറി വാങ്ങാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് അപ്രൂവ് മീഡ് എന്നുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിൽ ഒരു അപ്രൂവ് ചെയ്യണം. ഫസ്റ്റ് മീഡിന് അപ്രൂവ് ആയതിനു ശേഷമേ നമുക്ക് ഈ ഒരു ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. അപ്പോൾ ഞാനൊരു ബ്രൂവറി വാങ്ങിയിട്ട് ഞാൻ കാണിക്കാം. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ചിലപ്പോൾ ഈ മീഡിൻ്റെ പ്രൈസ് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കൊടുക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് ഇതിൽ റിട്ടേൺസ് വരണമെന്നില്ല. അപ്പോൾ നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു ബ്രൂവറി ഒന്ന് വാങ്ങി നോക്കാം. കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഒരു 2 ഡേയ്സേ ആയിട്ടുള്ളൂ ഇത് ആക്റ്റീവ് ആയിട്ട്. ഇതിൽ വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ അപ്രൂവ് ആയി. അപ്പോൾ നമുക്കിനി ഡാഷ്ബോർഡിലൊന്ന് പോയി നോക്കാം. ഇതിലിപ്പോൾ നമ്മുടെ റെപ്യൂട്ടേഷൻ 10 ആണ് വരുന്നത്. എൻ്റെ ക്ലാസ് കാണിക്കുന്നത് നോയ്സ് ആണ്. യു ഓൺ 1 ബ്രൂവറി കാണിക്കുന്നുണ്ട്. 2 മീഡ് പെർ ഡേ ആണ് ഇൻകം കാണിക്കുന്നത്. ഏർണിങ്സ് $11 പെർ ഡേ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്ലെയിം ടാക്സ് 18% നിൽക്കുന്നത്, കാരണം നമുക്ക് റെപ്യൂട്ടേഷൻ കുറവാണ്. ഇതാണ് നമ്മുടെ ബ്രൂവറി കാണിക്കുന്നത്. ഇതൊരു NFT ആണ്. നമുക്കിതിൽ വേറൊരു ഗുണമുള്ളത്, ഈ ഒരു എന്താ പറയുക, NFT നമുക്ക് ഇതിപ്പോൾ ലിമിറ്റഡ് ആണ്. ഇനിയിപ്പോൾ 4533 ബ്രൂവറി അവൈലബിൾ ആയിട്ടുള്ളൂ. ടോട്ടൽ ഇപ്പോൾ 10,467 ബ്രൂവറി ഉണ്ട്. അതേപോലെ സെല്ലായി എന്ന് വയ്ക്കാം. അപ്പോൾ ഇത്ര ബാലൻസിൽ ഈ ബ്രൂവറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബ്രൂവറി ഇവരുടെ എന്താ പറയുക പ്ലാറ്റ്ഫോമിൽ വിൽക്കാനിടാം. അപ്പോൾ സപ്പോസ് ഇപ്പോഴത്തെ പ്രൈസ് 560 ആണ്. ഇപ്പോൾ ഭാവിയിൽ ഇതിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്കെയർസിറ്റി അതുപോലെ അവൈലബിലിറ്റി ഇല്ലാത്ത സമയത്ത് വേറെ ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബ്രൂവറി വിൽക്കാം. NFT ആയതുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു എന്താ പറയുക ടാവേണിൽ കാണുന്ന ഒരു പ്രത്യേകത. ബാക്കിയുള്ളതിലൊക്കെ ഇപ്പോൾ സ്ട്രോങ് അതേപോലെ തോർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ നോട്ട്സ് ഉണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പോയി, അത് നമ്മൾ അതിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഫിക്സഡ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടില്ല. അത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് പോയ പോലെയാണ്. പിന്നെ അതിന് വരുന്ന റിട്ടേൺസ് മാത്രമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു 100 എണ്ണം ഇതിലിപ്പോൾ 100 മീഡ് ഇത് വൺസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തിരിച്ച് കിട്ടിയില്ലെങ്കിലാണ് നമുക്കൊരു ഇഷ്യൂ വരുന്നത്. കാരണം അത് നമുക്കതിന് റിട്ടേൺസ് വരുന്നതുകൊണ്ട് മാത്രം നമുക്കതിൻ്റെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു പിടിക്കണം. അതിന് ശേഷമാണ് പ്രോഫിറ്റ്. ഇതിൽ അങ്ങനെയല്ല. ഇതിൽ നമുക്ക് എനിക്കൊരു കാണുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു NFT അവർ തരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് ഒരു NFT ആയിട്ട് അവർ നമുക്ക് തരുന്നുണ്ട്. അത് നമുക്ക് ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം എന്നുള്ളൊരു പ്ലസ് സൈനാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതങ്ങനെയാണ് ഈ ടാവേണിൽ നമ്മളൊരു ബ്രൂവറി വാങ്ങുന്നത്. ഇതിപ്പോൾ ഏകദേശം $560 ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ്. നോക്കാം, നമുക്കൊരു 30 ഡേയ്സിൽ ഇപ്പോൾ ഈ ഒരു ലെവലിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പെർ ഡേ 2 വരുന്നത്. നമുക്കൊരു $560 ഇപ്പോൾ എക്സ്പെൻസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഇപ്പോൾ നമുക്ക് ഇൻകം ഇതിൽ കാണുന്നത് $11.2 ആണ്. ഡിവൈഡ് ബൈ 11.2 എന്നിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 50 ഡേയ്സിൽ ഇതിൻ്റെ റിട്ടേൺസ് വരുന്ന മാതിരിയാണ്. പ്ലസ് നമുക്ക് ഈ NFT നമ്മുടെ കയ്യിലുണ്ടാവും. ഇപ്പോഴത്തെ പ്രൈസ് പ്രകാരം ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മീഡിൻ്റെ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച്
നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു വരും. ഇപ്പോൾ മീഡ് ഇപ്പോൾ 5.6 പെട്ടെന്ന് $10 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 50 ദിവസം വേണ്ടി വരില്ല, ഒരു 25 ഡേയ്സിലൊക്കെ നമുക്ക് തിരിച്ചു വരും. അതേപോലെ മീഡിൻ്റെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ $1 പോവുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് 500 അല്ലെങ്കിൽ ഒരു 200 ദിവസമൊക്കെ എടുക്കും, 250 ദിവസം എടുക്കും. അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. അപ്പോൾ ആൾക്കാർ ഇത് അഥവാ ആരെങ്കിലും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയായി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനും എന്താണ് പാസീവ് ഇൻകം പ്രോട്ടോക്കോൾ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാവരും പഠിച്ചിട്ട് വേണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഞാനൊന്ന് ഇതേപോലെ ഞാൻ പാസീവ് ഇൻകത്തിൽ കുറച്ച് 2-3 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് മാത്രം. പിന്നെ ഇത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഇതൊരു ബാക്കിയുള്ള ഒരു എന്താ പറയുക, നോഡ് മാതിരി അല്ല. ഇതിൽ നമുക്കൊരു മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട്, ഒരു NFT നമ്മുടെ കയ്യിൽ തരുന്നുണ്ട് എന്നുള്ളത് മാത്രം ഞാനത് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ തരാം. ഒരു 30 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം. എത്ര എനിക്ക് ഇതിൽ ഇൻകം വന്നു, അപ്പോഴത്തെ പ്രൈസ് എന്താണ് മീഡിൻ്റെ, എത്ര ദിവസം കൊണ്ട് എനിക്കിതിൻ്റെ റിട്ടേൺസ് വരുന്നുണ്ട്, ഈ NFT എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് അപ്ഗ്രേഡൊക്കെ ചെയ്യാം. ഇതിൽ ഒരുപാട് സ്റ്റോറിൽ നമുക്ക് മീഡ് വെച്ചിട്ട് ഓരോ എന്താ പറയുക, സ്കിന്നൊക്കെ ആഡ് ചെയ്യാം. നമ്മുടെ ബ്രിവറിക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ ഒന്നും വരുന്നില്ല, ഒരു ലുക്ക് മാത്രം മാറുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ഒന്നും ഇതിലിപ്പോൾ ചെയ്യാനില്ല. പിന്നെ നമുക്ക് ഇൻകം എങ്ങനെ വരുന്നുണ്ട് ഇതിൽ, ഇപ്പോൾ നമുക്ക് റെപ്യൂട്ടേഷൻ എത്ര കൂടുന്നുണ്ട്, ഞാനിതിൽ ക്ലെയിം ചെയ്യുന്നില്ല. ഇതിൽ കോമ്പൗണ്ട് ചെയ്യാം. നമുക്ക് മീഡ്സ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 100 മീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഒന്നുകൂടി വാങ്ങാനുള്ള അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒരു 30 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു അപ്ഡേറ്റ് തരാം. ഇതിൻ്റെ ഇപ്പോൾ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, മീഡിൻ്റെ പ്രൈസ് എത്ര വരുന്നുണ്ട്, അതേപോലെ ഇവരുടെ എന്താ പറയുക ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഒരു ഫ്യൂച്ചറിലൊരു വീഡിയോ ഒരു 15 ഡേയ്സ് അല്ലെങ്കിൽ 30 ഡേയ്സ് അപ്ഡേറ്റ് ഞാൻ തരാം. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇതൊരു പാസീവ് ഇൻകത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ 2-3 നോട്ട്സ് ഉണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതായിട്ടുള്ള നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ, ക്രിപ്റ്റോ ഫീൽഡിൽ നമുക്കിപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്, അതേപോലെ ഡാവോ, അങ്ങനെ കുറേ സിസ്റ്റംസ് ഉണ്ട്. അതേപോലെ ഇതുപോലത്തെ നോട്ട്സ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, NFT സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരു വാസ്റ്റ് ഏരിയയാണ്. ചിലതൊക്കെ കുറേയൊക്കെ തട്ടിപ്പാണ്. ഇതിപ്പോൾ എനിക്ക് അറിയില്ല, ഇതിപ്പോൾ പുതിയതാണ്, എന്നാലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തൊന്ന് നോക്കിയെന്ന് മാത്രം. അപ്പോൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ ഇതിൽ പറയുന്ന ഒന്നും ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു വീഡിയോത്തിൽ കൂടെ ഞാൻ കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.